നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ചാടിയും കൂടി അവസാനം ആ മുറി റെഡിയാക്കി എടുത്തല്ലേ. ഇനി രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുമ്പോ എന്തൊക്കെ ദുസ്വപ്നങ്ങളെ കാണാൻ പോകുന്നെന്ന് ആർക്കറിയാം. അവൾക്ക് വാശിയല്ലേ ചേച്ചി, അതിലൂടെ അവള് ജയിക്കുന്നെങ്കിൽ അങ്ങ് ജയിക്കട്ടെ. എന്താ വിച്ചൂട്ടാ, ഏതായാലും മുറികൾ ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കുറവ് തൽക്കാലം പരിഹരിക്കപ്പെട്ടല്ലോ. അതെ, സ്വകാര്യത ആഗ്രഹിക്കുന്നവര് അങ്ങനെ ജീവിക്കട്ടെ ചേച്ചി. അതിനു വേണ്ടി അവരെ എന്ത് റിസ്കും എടുക്കും. പാമ്പിനെ കണ്ടത് വെറും തോന്നലാണെന്ന് മനസ്സിലായതോടെ ഇനി അവൾ ഒന്നിനെയും പേടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എങ്കിലത് കൂടുതൽ അപകടമായിരിക്കും. ലളിത ചേച്ചി പറയുന്ന കേൾക്കുമ്പോ ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാത്തവർക്ക് വലിയ തിരിച്ചടി കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. അതിന് ദയ നമ്മളോട് വഴക്കിടുന്നതല്ലാതെ തറവാടിന്റെ ചിട്ടവട്ടങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ലല്ലോ ചേച്ചി. ആർക്കറിയാം, മനസ്സുകൊണ്ട് അവൾക്ക് ഇതിനോടൊക്കെ പുച്ഛമാണെങ്കിൽ അതും ഒരു വിശ്വാസവഞ്ചനയല്ലേ. പൂർവികാത്മാക്കൾ കുടിയിരിക്കുന്ന തറവാടാ ഇത്. തന്നെക്കാൾ മുതിർന്നവരോട് ദയ കാണിക്കുന്ന ധിക്കാരം അത് ആത്മാക്കൾക്ക് കാണാൻ പറ്റും. എന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു ചേച്ചി ഞങ്ങളെ കൂടെ കൺഫ്യൂഷൻ ആക്കല്ലേ. നമുക്ക് എല്ലാത്തിനും ഒരു വിശ്വാസം ഉണ്ടായാൽ മതി, അന്ധമായ വിശ്വാസം ഒന്നും വേണ്ട. എടി, ഞാൻ എന്റെ ഒരു തോന്നൽ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ലളിത ചേച്ചി പറഞ്ഞത് നിങ്ങളും കേട്ടതാണല്ലോ. അവര് തമ്പായിയുടെ ആളാ. തമ്പായി ദൈവമാണെന്ന് വരുത്തി തീർക്കാൻ അവരങ്ങനെ പലതും പറയും. അതൊക്കെ വകവെച്ച് കൊടുക്കാതിരിക്കുന്നതാ നല്ലത്. ചേച്ചിമാരെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഊണ് കഴിക്കണ്ടേ? നല്ല വിശപ്പുണ്ട്. ഞങ്ങള് അച്ഛനെ രഘുവേട്ടനും വരാൻ കാത്തിരിക്കാ മോളെ. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ മഞ്ചാടി. അതെപ്പോഴേ ചേച്ചി? ഞങ്ങളെ ആ മുറി ക്ലീൻ ചെയ്ത് ക്ഷീണിച്ചു. എനിക്ക് ഉടനെ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയെടുത്ത് കഴിച്ചോ. ഇനി പട്ടിണി കെട്ടെന്നും പറഞ്ഞ് വഴക്ക് വേണ്ട. നീ വാ മഞ്ചാടി. ഇവളുടെ ഒരു കാര്യം. അച്ഛനെ എവിടെ ചേച്ചി? അച്ഛനെവിടെ രഘുവേട്ടാ? സുഹൃത്തിന്റെ വീട്ടിൽ പോയി നോക്കിയിട്ട് അച്ഛനെ കണ്ടില്ലേ? അമ്മാവനും അദ്ദേഹം കൂടി ഒരിടം വരെ പോയിരിക്കാമ്പിളേ. എവിടെ? എന്താടാ? നമ്മുടെ സച്ച സാറിന്റെ അമ്മാവൻ ഒരു ആക്സിഡന്റിൽ മരിച്ചില്ലേ? അദ്ദേഹം അമ്മാവന്റെ കൂട്ടുകാരനായ അച്യുതൻ സാറിന്റെ ഒരു ബന്ധു കൂടിയാ. അവർ കാറിലാ പോയ, കൂട്ടത്തിൽ അമ്മാവനും പോയി. അമ്മാവൻ അതൊരു പഞ്ചരത്നത്തിലേക്ക് പോകും. ഇന്നിനി ഇങ്ങോട്ടേക്ക് വരില്ല. അയ്യോ, അതെന്താ രഘുവേട്ടാ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇന്നിവിടെ ആദ്യമായിട്ട് താമസം തുടങ്ങിയിട്ട് അച്ഛൻ ഊണ് കഴിക്കാൻ പോലും നിൽക്കാതെ പോയി കളഞ്ഞല്ലോ. അച്ഛന്റെ മനസ്സിന് നല്ല വിഷമം തട്ടിയിട്ടുണ്ട്. അത് അച്ഛൻ നമ്മളോട് ആരോടും ഒരു വാക്കുപോലും പറയാതെ പോയത്. അപ്പൊ അച്ഛൻ ഇനി പഞ്ചരത്നത്തിൽ തന്നെ ആയിരിക്കും രഘുവേട്ട താമസിക്കുന്നത്? അറിയില്ല ചീരു. മരണ വീട്ടിൽ പോയി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ രാത്രി ഒരുപാട് താമസിക്കും. കൂടെ പോയവർ സച്ചി സാറിന്റെ ബന്ധുക്കളായതുകൊണ്ട് അവരവിടെ തങ്ങാനാ സാധ്യത. അതാവും അമ്മാവൻ പഞ്ചരത്നത്തിൽ പോകാൻ തീരുമാനിച്ചത്. പിന്നെ ആ ഗോൾഡ് അവിടെ ഇരിക്കല്ലേ, ആരെങ്കിലും ഒരാൾ രാത്രി പഞ്ചരത്നത്തിൽ ഉണ്ടാവുന്നത് നല്ലതാ. അത് ശരിയാ. അത് എത്രയും വേഗം ലോക്കറിൽ വെക്കാനുള്ള ഏർപ്പാട് ചെയ്യണം രഘുവേട്ട. എപ്പോഴും അച്ഛനതിന് കാവലിരിക്കാൻ പറ്റൂ? ആ, ലോക്കറിൽ ഒഴിവുവന്ന ബാങ്കിൽ നിന്ന് അമ്മാവനെ വിളിക്കും. അതുകൂടി ചെയ്തിട്ടായിരിക്കും അമ്മാവൻ ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ വരുന്നത്. അല്ലെങ്കിലും അച്ഛന് പഞ്ചരത്നം വീട് ഉപേക്ഷിച്ച് വരാൻ മടിയായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളെ എല്ലാരും ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അച്ഛൻ മനഃപൂർവ്വം അങ്ങോട്ട് തിരിച്ചു പോയതാന്നാ. ഇവിടെ ഇരുന്ന പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. അവിടെ ആവുമ്പോ അച്ഛന് സ്വസ്ഥായിട്ടിരിക്കാം. ഒരു കണക്കിന് അച്ഛൻ പോയത് നന്നായി. അച്ഛന്റെ വിഷമം നമുക്ക് കാണണ്ടല്ലോ. രഘുവേട്ടാ വാ, ഊണ് കഴിക്കാം. എനിക്കിപ്പോ വേണ്ടാനോ, നിങ്ങൾ കഴിച്ചോ. അതെങ്ങനെ രഘുവേട്ട? ഞങ്ങൾ അച്ഛനും രഘുവേട്ടനും വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഇതുവരെ. ശരി, വിളമ്പിക്കോ, ഞാൻ പറയാം.
അത് വേണ്ടായിരുന്നു ശബരി. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളെ മറ്റുള്ളവരെ കൂടി അറിയിച്ചാൽ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെയാ. 1,00,000 രൂപ നിനക്ക് ബിസിനസ്സിൽ നഷ്ടം വന്നു എന്ന് കരുതിയാൽ മതിയായിരുന്നു. അതെങ്ങനെയാച്ചാ? ബിസിനസ്സിലാണെങ്കിലും നഷ്ടം വന്ന അതിന്റെ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കി വീണ്ടും നഷ്ടം വരാതെ സൂക്ഷിക്കണ്ടേ? അത് വേണം. പക്ഷേ ആ പണം ദയാണ് എടുത്തിരിക്കുന്നത് എന്ന നിന്റെ സംശയം ദാസാറിനെ അറിയിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തായിരിക്കും അതിൽ നിന്ന് മനസ്സിലാക്കുക? ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കണ്ടേ അച്ഛാ? 1,00,000 രൂപ ഇവിടുന്ന് മിസ്സായെന്ന് കേട്ടപ്പോ അച്ഛൻ ആദ്യം സംശയിച്ചത് ധനേട്ടനല്ലേ? അത് അച്ഛൻ തുറന്നു പറയുകയും ചെയ്തു. അതിനുള്ള മറുമരുന്നെന്ന പോലെ ധനേട്ടനും ചേച്ചിയും അനിതേട്ടത്തിക്കും മനിയനും നേരെ സംശയം ഉന്നയിച്ചു. അതുപോലെ തന്നെ സംശയിക്കപ്പെടേണ്ട വ്യക്തിയാണ് ദയയും. ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ പണം 2-3 ദിവസം അവളുടെ കയ്യിൽ തന്നെ ആയിരുന്നില്ലേ? എന്നാലും ദയ ആ പണം എടുക്കില്ല ശബരി. ചിലപ്പോ അവളത് തുറന്നു നോക്ക പോലും ചെയ്തു കാണില്ല. അത് പോയിരിക്കുന്നത് ഈ വീട്ടിൽ വെച്ച് തന്നെയാ. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തുറപ്പ്? ഏട്ടത്തിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങളോട് തുറന്നു പറയും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തെളിവുതാ. അല്ലാതെ എങ്ങനെയാ? ഇല്ല ശബരി, എന്റെ നാവ് കൊണ്ട് ഞാനത് പറയില്ല. എന്നെങ്കിലും അതിന്റെ തെളിവ് നിങ്ങൾക്ക് കിട്ടും. അന്ന് മനസ്സിലാക്കിയാ മതി. നീ ആരെ പേടിച്ചാരിതേ സത്യം പറയാതിരിക്കുന്നത്? നിന്റെ അനിയനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചവരെ പേടിച്ചോ? അവർക്ക് നിന്നോടും നിന്റെ അനിയനോടും അങ്ങനെ ചെയ്യാമെങ്കിൽ അവർക്കെതിരായിട്ടുള്ള തെളിവ് നിനക്കും നിരത്താം അല്ലേ? അതെ ഏട്ടത്തി, ധനേട്ടന് ഇത്തരം ചില കലാപരിപാടികളൊക്കെ പണ്ടേ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? തെളിവുണ്ടെങ്കിൽ അത് പുള്ളിയോട് തുറന്നു പറഞ്ഞ് വാൺ ചെയ്ത് വിടണം. അല്ലെങ്കിൽ അളിയൻ വീണ്ടും ഇതിനേക്കാളും വലിയ കള്ളത്തരം കാണിക്കും. പിന്നത് നമ്മുടെ കുടുംബത്തിന് തന്നെ ദോഷം ചെയ്യും ഏട്ടത്തി. അല്ലെങ്കിലേ അവൻ ഈ കുടുംബത്തിന്റെ കരടാ. ശബരിയുടെ 1,00,000 രൂപ മോഷ്ടിച്ചത് അവനാണെന്ന് തെളിഞ്ഞാൽ ആ നിമിഷം ആ കരടിനെ ഈ വീട്ടിൽ നിന്ന് എടുത്ത് കളയും. നീ ധൈര്യമായിട്ട് പറയാനിതേ. പറയേട്ടത്തി. പറ മോളെ.